എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു വ്യത്യസ്തമായ ലോകത്തിലേക്കാണ്, ഒരു ആശുപത്രിയിലേക്ക്. പക്ഷേ ഇവിടെ ചികിത്സിക്കുന്നത് ശരീരത്തെയല്ല, ആത്മാവിനെയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മനുഷ്യൻ മാംസവും രക്തവും കൊണ്ടുള്ള ഒരു ശരീരമാണ്. എന്നാൽ അതിനൊപ്പം തന്നെ ഒരു ആത്മാവുമുണ്ട്, ഒരു ദിവ്യബന്ധമുള്ള ആത്മാവ്. ശാരീരികമായി നമ്മൾക്ക് രോഗം പിടിപെട്ടാൽ ആശുപത്രിയിലേക്ക് പോകുമല്ലേ? എന്നാൽ ആത്മാവിനെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് ചികിത്സ തേടാറുണ്ടോ? ഇന്നത്തെ നാടകത്തിൽ നിങ്ങൾ കാണാനിരിക്കുകയാണ് ഒരു ആത്മീയ ആശുപത്രി. അവിടെ വരുന്ന ആത്മീയ രോഗങ്ങൾ ബാധിച്ച രോഗികൾ, അവർക്കുള്ള ദൈവവചനമെന്ന ഔഷധം. കോഴിക്കോട് സഭയിലെ സൺഡേ സ്കൂൾ കുട്ടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദൈവമെന്ന ഔഷധം. ഫസ്റ്റ് പേഷ്യന്റ് ജോണിക്കുട്ടി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ആശുപത്രിയെയും ഈ കസാരയെയും ഈ ഡോക്ടറെയും അനുഗ്രഹിക്കണമേ. ജോണിക്കുട്ട, ഇത് എന്താ? ഇത് ഒന്ന് നിർത്താമോ? ഇത് തന്നെയാണ് ഡോക്ടർ എൻ്റെ രോഗം. 10 ആൾ കൂടിയാൽ ഇങ്ങനെ നോൺ സ്റ്റോപ്പായി പ്രാർത്ഥന തുടങ്ങും. പ്രത്യേകിച്ച് ഞായറാഴ്ച 7 ഭൂഖണ്ഡം ചുറ്റി വരുമ്പോഴത്തേക്കും സഭായോഗം പകുതിയാകും. എന്താ ഡോക്ടർ ഇതിനൊരു പരിഹാരം? ഓ, ഇതാണല്ലേ പ്രശ്നം. എനിക്ക് മനസ്സിലായതേ ഇല്ല. ഇത് ചെറിയ നൈറമിന്റെ പ്രശ്നമാണ്. നമുക്കത് റെഡിയാക്കാന്നേ. അതുമാത്രമല്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ 2 മിനിറ്റിനുള്ളിൽ എന്തോ ഓർക്ക ഗുളിക കഴിച്ചാലോ ഫ്ലാറ്റായി പോകുമെന്നേ. ഓ, അത് കുറച്ച് വലിയ പ്രശ്നമാണല്ലോ. ജോണിക്കുട്ടിൻ്റെ പേഴ്സണൽ പ്രെയർ ഒക്കെ എങ്ങനെ പോകുന്നു? അതില്ല അല്ലേ? ജോണിക്കുട്ടിൻ്റെ പബ്ലിക് പ്രെയർ നല്ലതാണ്, പക്ഷേ അതിനെക്കാട്ടും അത്യാവശ്യം പേഴ്സണൽ പ്രെയർ ആണ്. സൊല്യൂഷൻ സിമ്പിളാണ്. ദിവസവും മയക്കില്ലാതെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് തനിച്ചു നിന്നുള്ള പ്രാർത്ഥന. ഡോക്ടറെ, അപ്പം മരുന്നോ ഇഞ്ചക്ഷനോ ഒന്നും വേണ്ടല്ലേ? ദൈവത്തോടുള്ള പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നും വരേണ്ടതാണ്, അല്ലാതെ വായിൽ നിന്നല്ല. നാം എത്രത്തോളം പ്രാർത്ഥിക്കുന്നു എന്നതല്ല ദൈവം കാണുന്നത്, എത്ര ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു എന്നതാണ്. സഭാപ്രസംഗി 5:2. അതിവേഗത്തിൽ ഒന്നും പറയരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബദ്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ. ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. ഇതിന് വേറെ മെഡിസിൻ ഒന്നും വേണ്ട. പ്രൈവറ്റ് പ്രെയർ ക്യാപ്സ്യൂൾ മാത്രം മതി. ചെറിയൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും, ആത്മീയ സമാധാനം. ഹല്ലേലൂയ. ഓ സോറി. നന്ദി ഡോക്ടറെ. ഇനി തൊട്ട് ഞാൻ പേഴ്സണൽ പ്രെയർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. കുഞ്ഞപ്പൻ. എന്തു പറ്റി കുഞ്ഞപ്പ? ഡോക്ടറെ, എനിക്ക് തീരെ ചെവി കേൾക്കുന്നില്ല ഡോക്ടറെ. എവിടെ നോക്കട്ടെ. ഓക്കെ, ഞാൻ പറയുന്നത് തിരിച്ചെന്നോട് പറയണം, കേട്ടോ? ഓക്കെ ഡോക്ടറെ. ചായ. ചായ. ഭക്ഷണം കഴിച്ചോ? ആ, പുട്ടും കടലയും കഴിച്ചു. ആഹാ, വെരി ഗുഡ്. ഇത് കേട്ടല്ലോ. ഇന്ന് ബൈബിൾ വായിച്ചായിരുന്നോ? അയ്യോ ഡോക്ടറെ, കേൾക്കുന്നില്ല. കുറച്ച് ഒച്ചത്തിൽ പറയോ പ്ലീസ്. ബൈബിൾ വായിച്ചായിരുന്നോ? ഇല്ല, കേൾക്കുന്നില്ല ഡോക്ടറെ. ഓ, ഇതാണല്ലേ പ്രശ്നം. ഇത് സെലക്റ്റീവ് ഡെഫ്നെസ് എന്ന രോഗമാണ്, കേട്ടോ? അതെന്നാ ഡോക്ടറെ? അത് കുഞ്ഞപ്പൻ്റെ ചെവിയിലല്ല പ്രശ്നം, ഹൃദയത്തിന്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നതൊന്നും കേൾക്കാത്തത്. അപ്പൊ ഇതിനെന്താ മരുന്ന്? മരുന്ന് സിമ്പിളാണ് കുഞ്ഞപ്പ. ദിവസവും ബൈബിൾ വായിക്കണം, അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം, കേട്ടോ? ലോക ശബ്ദങ്ങൾ മാത്രം മുഴുകുന്ന ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കാറുണ്ടോ? നാം കാത് തുറന്നവരായിരിക്കാം, പക്ഷേ ഹൃദയത്തിൻ്റെ വാതിൽ അടച്ചുപൂട്ടിയാൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ കഴിയുമോ? എല്ലാവരും കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ തയ്യാറാണോ? അവിടെയാണ് യഥാർത്ഥ ഉണർവിൻ്റെ തുടക്കം കുറിക്കുന്നത്. സദൃശ്യവാക്യം 4:20-21. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്ക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചുകൊള്ളുക. ഈ പറഞ്ഞത് ഞാൻ കേട്ടു. അപ്പം എനിക്ക് ഇറങ്ങേട് വേണ്ട അല്ലേ, ബൈബിളേട് മതിയില്ലേ? അതെ,
ദിവസവും കഴിക്കണം കേട്ടോ. ചെറിയൊരു സൈഡ് എഫക്റ്റ് ഉണ്ടായോ, അതായത് വിശ്വാസം വർദ്ധിക്കും. ഡോക്ടർ ഫീസ് 100 രൂപ ഉണ്ട്, അവിടെ കൊടുത്തിട്ട് പോണേ. അയ്യോ ഡോക്ടർ, എനിക്ക് കേൾക്കുന്നില്ല. അതെ. കേൾക്കുന്നില്ല. സ്കറിയാച്ചനുണ്ടോ? ഹലോ, ഞാനിവിടെ ഉണ്ട്. ഒരു മിനിറ്റ് ഡോക്ടറെ, ഈ റീലിപ്പം കഴിയും. പറയൂ ഡോക്ടറെ. അതെ, ഒരു മിനിറ്റ്. എടാ, ഞാൻ ഇച്ചിരി തിരക്കിലായിരുന്നു. എന്ത് പറയാനാ വിളിച്ചേ? ഹലോ, ആ ഫോണൊന്ന് സൈലന്റ് ആക്കോ, എനിക്ക് വേറെ പേഷ്യൻസ് ഉള്ളതാ. എടാ, ഞാൻ പിന്നെ വിളിക്കാവേ. ഡോക്ടറെ, 2-3 ആഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുക. എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. അതെ, രാത്രി എപ്പോഴും ഉറങ്ങാറുള്ളത്? അത് ഏകദേശം ഒരു 3 മണിയാവും. പിന്നെ ഡോക്ടറിനറിയാം, എനിക്ക് 10K ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഈ 10K ഫോളോവേഴ്സിന് കൊണ്ട് തലവേദന മാറ്റാൻ പറ്റിയില്ലല്ലോ. അതൊന്നും ഇല്ല ഡോക്ടറെ, പക്ഷേ ഈ കാലത്ത് ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. പറ്റുമല്ലോ. സ്കറിയാച്ചന്റെ വെറും തെറ്റിദ്ധാരണയാണിത്. ഫോണില്ലാതെ നമുക്ക് സുഖമായി ജീവിക്കാം, പക്ഷേ ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇതെൻ്റെ ഫോണിലില്ലേ? എന്നിട്ട് വായിക്കാറുണ്ടോ? അത് ഇന്ന് ഞാൻ ബൈബിൾ വായിക്കാൻ വേണ്ടി ഫോൺ തുറന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. പിന്നെ അവനൊരു പോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഓഫീസിലേക്ക് പോകാനുള്ള സമയം. എനിക്ക് മനസ്സിലായി. സ്കറിയ, നിങ്ങളുടെ മുൻഗണനകൾ മാറിപ്പോകുന്നു. നമുക്ക് വേണ്ടത് 10K ഫോളോവേഴ്സ് ഒന്നുമല്ല. ഒരു തലവേദന, അങ്ങനെയായിരുന്നു തോന്നിയത്. എന്നാൽ എന്തായിരുന്നു യഥാർത്ഥ പ്രശ്നം? അതെ, ദൈവത്തിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാതെ തിളങ്ങുന്ന സ്ക്രീനിനും പിന്നിൽ കുടുങ്ങിപ്പോയ ഒരു ആത്മാവ്. നാം സ്ക്രീനിൻ്റെ വെളിച്ചത്തെ പിന്തുടരുമ്പോൾ ദൈവ വെളിച്ചത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്നു. പ്ലഗ് അൺപ്ലഗ് ചെയ്യാനും ശ്രദ്ധിക്കേണ്ട സമയമാണിത്. കാരണം യഥാർത്ഥ ആരംഭിക്കുന്നത് ഒരു ദൈവവുമായി റീകണക്റ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്ക് വൈഫൈയിൽ നിന്നും മാറി ദൈവവചനത്തിലേക്ക് കണക്റ്റ് ചെയ്യാം. കൊലോസ്യർ 3:1-2. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഡോക്ടറെ, അപ്പം മരുന്ന്? സ്ക്രീൻ ടൈം കുറയ്ക്കുക, ദൈവത്തിൻ്റെ രാജ്യം നീതിയും അന്വേഷിക്കുക. ചെറിയൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും, ആത്മീയ ഉണർവ്. നന്ദി ഡോക്ടറെ. ഇനി റീൽസ് സെർച്ച് ചെയ്യുന്നതിന് പകരം ബൈബിൾ സെർച്ച് ചെയ്യാം. ഓക്കെ. ഗ്രേസി, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ ഗ്രേസി, എന്തു പറ്റി? ഡോക്ടർ, എനിക്ക് ഭയങ്കര കണ്ണ് ചൊറിച്ചിലാണ്. ഭയങ്കര ഭാരവും തോന്നാറുണ്ട്. എപ്പോഴും ഈ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ? എല്ലായ്പ്പോഴും ഇല്ല ഡോക്ടറെ. എനിക്കറിയാവുന്നവർക്ക് നല്ലത് വരുമ്പോഴാണ് എനിക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആ ആൻമേരിക്ക് നല്ല ഗ്രേഡ് കിട്ടുമ്പോഴോ നല്ല സമ്മാനമോ കിട്ടുമ്പോഴാണ് എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. എനിക്ക് മനസ്സിലായി. ഇത് കണ്ണിൻ്റെ അസുഖമാണോ അതോ ഹൃദയത്തിൻ്റെ അസുഖമാണോ? ഹൃദയത്തിൻ്റെ അസുഖമോ? പക്ഷെ എൻ്റെ കണ്ണുകളിലാണ് ചൊറിച്ചിലുള്ള ഡോക്ടറെ. അതേ ഗ്രേസി, കണ്ണുകളാണ് പ്രശ്നം. പക്ഷേ അതിൻ്റെ കാരണം ഹൃദയത്തിലാണ്. മറ്റുള്ളവർക്ക് സന്തോഷം വരുമ്പോഴോ നല്ലത് സംഭവിക്കുമ്പോഴോ കണ്ണ് ചൊറിച്ചിൽ വരുന്ന കാരണം അതിനെ നമുക്ക് അസൂയ എന്ന് വിളിക്കാം. ഡോക്ടർ എന്താ പറയുന്നേ? എനിക്ക് അസൂയോ? അങ്ങനെ വരാൻ സാധ്യതയില്ല. പക്ഷേ മറ്റുള്ളവർക്ക് നല്ലത് വരുമ്പോൾ എനിക്ക് സങ്കടം വരികയും ചെയ്യും. അങ്ങനെയാണ് ഗ്രേസി അസൂയ. അത് നമ്മുടെ ഹൃദയത്തെ ചെറുതാക്കുന്നു. അത് പിന്നിട്ട് കണ്ണുകളെ ബാധിക്കുന്നു. നമ്മൾ ആരെങ്കിലും സന്തോഷിക്കുന്ന കണ്ടാൽ നമുക്ക് കണ്ണു ചൊറിച്ചിലുണ്ടാകുന്നു. ആണോ ഡോക്ടറെ? ഇത് മാറ്റിയെടുക്കാൻ വല്ല വഴിയുണ്ടോ ഡോക്ടറെ? ഉണ്ടല്ലോ. കണ്ണുകളിലെ ചൊറിച്ചിൽ പൊടിയിൽ നിന്നല്ല, മറിച്ച് അസൂയയാൽ മൂടപ്പെട്ട ഹൃദയത്തിൽ നിന്നാണ്. നാം നിരന്തരം താരതമ്യം ചെയ്ത് ജീവിക്കുമ്പോൾ ദൈവം നമുക്കായി നൽകുന്ന അനുഗ്രഹങ്ങൾ കാണാതെ വരുന്നു. നമ്മുടെ കണ്ണുകൾ ദൈവവചനത്താൽ കഴുകപ്പെടുമ്പോൾ യഥാർത്ഥ വിമുക്തി കാണാൻ സാധിക്കുകയും മറ്റുള്ളവരെ ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ കാണുവാൻ സാധിക്കുകയും ചെയ്യും. സദൃശ്യവാക്യങ്ങൾ 14:30. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം.
ബൈബിളിൽ തക്കതായ മരുന്നുണ്ട്. സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കുക. മറ്റുള്ളവർക്ക് നല്ലത് സംഭവിക്കുമ്പോൾ നാമും അവരുടെ കൂടെ ചേർന്ന് സന്തോഷിക്കുക. നന്ദി ഡോക്ടറെ, ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണിൻ്റെ അസുഖം കുറഞ്ഞതായി തോന്നുന്നു. ഓക്കേ. ജീവിതയാത്രയിലെ കഠിനമായ വഴികളിലൂടെ നാം നീങ്ങുമ്പോൾ പലപ്പോഴും അതിരുകളെ താങ്ങുന്ന വേദനകളും അസ്വസ്ഥതകളും അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഈ ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഔഷധം എന്താണ്? അതെ, ദൈവവചനം. ദൈവവചനം ശരീരത്തെയും ആത്മാവിനെയും സുഖപ്പെടുത്തുന്ന ഒരു ജീവനുള്ള ഔഷധമാണ്. ഇത് നമ്മുടെ ഉള്ളിലെ ആഴത്തിലുള്ള വേദനകളെ ആശ്വസിപ്പിക്കുന്നു. മനസ്സിൻ്റെ ക്ഷീണത്തിനും ആത്മാവിലെ ഭയത്തിനും വിശ്വാസത്തിൻ്റെ ഇടർച്ചയ്ക്കും ദൈവവചനം നല്ല മരുന്നാണ്. സ്നേഹിതരെ, നിങ്ങൾ ശാരീരികമായി അല്ലെങ്കിൽ ആത്മീകമായി തളർന്നിരിക്കുന്നവരാണോ? ദൈവവചനം എടുക്കൂ. പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയും ദൈവവചനത്തിന് മുമ്പിൽ താഴ്ന്നാൽ നിങ്ങൾക്കവിടെ സ്വസ്ഥതയും ചികിത്സയും ലഭിക്കും. ഇന്ന് തന്നെ ദൈവവചനത്തിലേക്ക് തിരിയൂ. നന്ദി, നമസ്കാരം.